ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ നട്ടു വളർത്തിയിട്ടുള്ള സപ്പോട്ടയാണ്. ഇതാ സപ്പോട്ടയിൽ കുഞ്ഞ് സപ്പോട്ടയാണ്. ആ ചെടിയിലിതാ കായകൾ വന്ന് നിൽക്കുന്നത് കണ്ട, കായുണ്ട്, കുഞ്ഞ് കായ് നിൽക്കുന്നുണ്ട്, മൊട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇതാ ഇതിൽ ഒരു കുഞ്ഞ് കായുണ്ട്. നമ്മൾ സാധാരണ ഇതിൽ കുഞ്ഞു മൊട്ട് വന്ന് നിൽക്കുകയാണ്. ഇതാ കുഞ്ഞ് കായ് നിൽക്കുന്നു. നമ്മൾ സാധാരണ സപ്പോട്ട നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അത് തിളുത്ത് കഴിഞ്ഞാൽ ആ കൊമ്പിലെല്ലാം ഇതിലും ഇതാ കുഞ്ഞ് കായുണ്ട്. ഇതിലൊക്കെ മൊട്ട് വരുന്നുണ്ട്. ഈ കുഞ്ഞ് തിളുത്ത് കഴിഞ്ഞാൽ അതിലെ മൊട്ട് വരും. പിന്നെ കുഞ്ഞു കുഞ്ഞ് കായ്കൾ വരും. ഇതിലൊക്കെ ഈ തിളുപ്പിലെല്ലാം മൊട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് എത്ര ചെറിയ ഒരു ചെടിയിലാണ് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്. കാണാൻ തന്നെ എത്ര മനസ്സിന് എത്ര സന്തോഷമെന്ന്. അതായത് ഇതിലിങ്ങനെ മുട്ടൊക്കെ വരുന്നത്, അതിലെല്ലാം മുട്ട് വരികയാണ്. ഇത് കാണുമ്പോഴേ തന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തിയതിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കഷ്ടപ്പാടിന് ഇതൊന്നും വലിയ കഷ്ടമുള്ളതല്ല. നമ്മൾ മഴയത്ത് വെള്ളം ഒഴിക്കണം. പിന്നെ ഞങ്ങൾ വേറെ വളമൊന്നും ഇടൂല. ഞങ്ങളെ വീട്ടിലുള്ള ചാമ്പലോ അല്ലെങ്കിൽ കണ്ട ചാമ്പലാണ് ചാരം. അതിൻ്റെ ചാരത്തിൻ്റെ ഈ മണ്ണിൻ്റെ കരിയില കിടക്കണം. അതിൻ്റെ മുകളിൽ ചാരം കിടക്കുന്നത്. ഇത് ചാരമാണ്. ചാരത്തിന് ഒരു വല്ലാത്തൊരു കളറിൽ നനഞ്ഞ ചാരമാണ്. അത് ഒരാൾ തന്നതാണ്. നല്ല ബ്ലാക്കല്ല ചാരം. അതിനെയൊക്കെയാണ് ഇട്ട് കൊടുക്കണം. അല്ല ഞങ്ങൾ വളമൊന്നും വാങ്ങിച്ചിടൂല. കണ്ട കുഞ്ഞു കുഞ്ഞു മൊട്ടുകൾ വന്ന് നിൽക്കുന്നത് കണ്ട. ഈ തിളുക്കുന്ന ഇനിയിപ്പോൾ വേറെ ഈ ഒരു കഷ്ണത്തിൽ നിന്ന് തിളുപ്പുകൾ വരെയാണ്. ഇനി ഇതിലെല്ലാം നിറച്ച് മുട്ടുകൾ വരും. ഈ തെളുപ്പുകളിലെല്ലാം അങ്ങനെ ഒരു രീതിയാണ് സപ്പോട്ട എന്ന് പറയുന്നത്. തിളുത്ത് കഴിഞ്ഞാൽ ഇതിൽ കുഞ്ഞു മുട്ട് ഈ തണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മുകളിലുള്ള കൊമ്പുകളെല്ലാം തിളുക്കുകയാണ്. ഇതിനിപ്പം 5-6 ദിവസം കഴിയുമ്പോൾ ഇതിലും മുട്ട് വരും. മുട്ട് വരാനുള്ള ആരംഭമാണ്. എത്ര കുഞ്ഞു ചെടിയാണ്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് കായ്ച്ച്. അപ്പോൾ തീരെ കുഞ്ഞു ചെടിയായിരുന്നു. അതിൽ 6 കായ് കായ്ച്ചായിരുന്നു. അതിൽ ഒരെണ്ണം പഴുത്ത് മൂട്ടിക്കിടന്ന് അത് ഞങ്ങൾ എടുത്തില്ല. ബാക്കി 5 എണ്ണം ഞങ്ങൾ പറിച്ച് കഴിച്ച്. നല്ല മധുരം, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല. നമ്മളെ വീട്ടിലുള്ള സപ്പോട്ടയ്ക്ക് നല്ല മധുരമാണ്. ഞാൻ പറയുന്നത് നിങ്ങളെ വീട്ടിൽ ബക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഈ സപ്പോട്ടയൊക്കെ നടാം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ്, വീട്ടിലുള്ളതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അത്ര രുചികരമാണ്. കണ്ട എല്ലാ കൊമ്പുകളിലും മൊട്ട്, എല്ലാത്തിലും മൊട്ടുണ്ട്. അതാണ് വരുന്നത് എടുത്ത് എല്ലാ കൊമ്പുകളും കാണിച്ചു തരുന്നത്. എല്ലാത്തിലും മൊട്ടുകളും ചെറിയ കുഞ്ഞു കുഞ്ഞു കായ്കളും എല്ലാം ഉണ്ട്. നമ്മളെ വീട്ടിലെ സ്വന്തം സാധനമാകുമ്പോൾ നമുക്കിത് പൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സന്തോഷമാണ് മനസ്സിന്. ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. എൻ്റെ കൃഷിത്തോട്ടത്തിലുള്ള ഫ്രൂട്ട്സ് എന്നും പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം. വേറെ ഒരു വലിയ മൂടുണ്ട്. അതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് കായ കിട്ടിയായിരുന്നു. അതിനേക്കാളും ഇതിനാണ്, അതും മധുരമുണ്ട്. അതിനേക്കാളും നല്ല മധുരം ഇതിനാണ്. ഈ ചെറിയതിനായിരുന്നു. ഇനി ചെറുത് നല്ല വെയിലത്താണ് പഴുത്തത്. അതുകൊണ്ട് തന്നെയും ഇത്രയും മധുരമായിരുന്നു. നല്ല മധുരമായിരുന്നു. നമ്മൾ പഴം തിന്നും പോലെ മധുരം ഉണ്ടായിരുന്നു. നിങ്ങളും ഇതേപോലെ ഓരോ സപ്പോട്ടകൾ ബക്കറ്റിൽ എന്തിലെങ്കിലും വാങ്ങിച്ച് ട്രമ്മില്ല ഇതിലും മുട്ട് വരെയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നിറച്ച് കായ് കാണും. കായ് വലുതായതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഇടാം. അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഈ കുഞ്ഞു പൂക്കളും മുട്ടും എല്ലാം കായായി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ വീട്ടിലുള്ള ചെടിയിലുള്ള മുട്ടൊക്കെ കാണുമ്പോഴേ നമുക്ക് സന്തോഷമില്ലേ. നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നമുക്ക് എന്തും കിട്ടും വാങ്ങാൻ വേണ്ടി. എന്നാൽ നമ്മളെ സ്വന്തം വീട്ടിലുള്ളതാണെങ്കിൽ എത്ര ടേസ്റ്റാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഈ വിഷമില്ലാത്ത സാധനം നമ്മളെ വീട്ടിലുള്ളത് കൊടുക്കാമല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു മൂട് വാങ്ങിച്ച് ബക്കറ്റിൽ നട്ടാലും മതി. ബക്കറ്റിലായാൽ ഈ സപ്പോട്ട കായ്ക്കും. ഞാൻ മുമ്പ് ഒരു മൂട് ബക്കറ്റിൽ നട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് എൻ്റെ വീട്ടിലൊരു ആടുണ്ടായിരുന്നു. അതുകൊണ്ട് ആട് അതിനെ കഴിച്ചതോടെ അത് ചീത്തയായിപ്പോയി. അതിന് ശേഷമാണ് തറയിൽ വാങ്ങിച്ച് നട്ടത്. ഇതിന് വലിയ വിലയുമില്ല. കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് 15 രൂപയെ കൊടുത്തുള്ളൂ. നിങ്ങൾ പഞ്ചായത്തിലെ
കോർപ്പറേഷനിൽ എവിടെയാണെങ്കിലും കൃഷിഭവനിൽ അന്വേഷിച്ചാൽ ഇതേപോലെ വില കുറച്ച് പല വൃക്ഷ തൈകളും കിട്ടും. സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും, റംബുട്ടാൻ കിട്ടും, എല്ലാം കിട്ടും. ഇതുപോലെ കായ്ച്ച് നിൽക്കുന്നതാണ്.